എന്നോട് പകരം ചോദിക്കുമെന്നും പരിഹസിക്കുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്. ദയവായി എനിക്കൊരു മറുപടി തന്നാൽ ഉപകാരമായിരിക്കും. ലക്ഷ്മി മേനോന്റെ മകന്റെ കേസെടുക്കാൻ ഇവിടെ 1000 വക്കീലന്മാരില്ലേ? ഇതിന് മറുപടിയായി എനിക്ക് മറ്റൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. എന്താണ്? വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം മിസ്റ്റർ കൃഷ്ണദാസിന് പകരം ഞാൻ കോടതിയിൽ ഹാജരാകണമെന്ന് കത്ത് കൊടുത്തയച്ച കാര്യം ഓർമ്മ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കേസിന്റെ വാദം തീരുന്നതിന് മുമ്പേ എന്റെ ജീവിതം തകർന്ന കാര്യവും അറിഞ്ഞിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. എല്ലാം ഞാൻ അറിഞ്ഞു. അന്ന് ഈ നാട്ടിൽ മറ്റു വക്കീലന്മാരില്ലാതിരുന്നത് കൊണ്ടാണോ എനിക്ക് കത്ത് കൊടുത്തയച്ചത്? അല്ല, ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ എനിക്ക് ലക്ഷ്മി മേനോനിലുണ്ടായിരുന്ന വിശ്വാസം മറ്റാരിലും ഇല്ലായിരുന്നുകൊണ്ട് മാത്രമാണ്. എന്നാൽ ഞാനിപ്പോ വന്നിരിക്കുന്നതും കൃഷ്ണദാസ് എന്ന അഡ്വക്കേറ്റിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. വളരെ നന്ദി. പക്ഷേ ഒരിക്കലും കോടതിയിൽ തോൽക്കാത്ത ഞാൻ ജീവിതത്തിൽ തോറ്റുപോയി. ഒരാളുടെ മുമ്പിൽ. കഴിഞ്ഞ കാലത്തെ ശരിയും തെറ്റും നിർണ്ണയിക്കാനുള്ള ഒരു കൂടിക്കാഴ്ചക്കല്ല ഞാനിവിടെ വന്നത്. എക്സ്ക്യൂസ് മീ. ആ കാലങ്ങൾ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. പ്രാണനിൽ കുരുങ്ങിക്കിടക്കുന്ന ആ ഓർമ്മകളെ പറിച്ചെറിയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിക്കാറുണ്ട്. അവസാനം ആശ്വാസം കണ്ടെത്തുന്നത് ഈ മദ്യത്തിലാണ്. എന്റെ നിസ്സഹായത നിങ്ങൾക്ക് കിട്ടിയ ഒരു സന്ദർഭമാക്കാണല്ലേ? അല്ല, പണമില്ലാത്ത ഞാൻ വിവാഹാലോചനയുമായി വന്നപ്പോ നിങ്ങളുടെ അച്ഛനെ അപമാനിച്ചിറക്കി വിട്ട ആ രംഗം മുതൽ നിങ്ങൾ കണ്ണുനീരോടെ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ രംഗം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഓർത്തുപോകും. എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നതിനേക്കാൾ ഇറങ്ങിപ്പോകാൻ പറയുന്നതായിരുന്നു എനിക്ക് സന്തോഷം. ഐ എം സോറി. ഞാൻ എല്ലാം മറക്കുന്നു. എങ്കിൽ ഞാൻ ഏൽപ്പിക്കുന്ന കേസ് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഏറ്റെടുക്കും. ഇതാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക പ്രതിഫലമായി എഴുതിയെടുത്തോളൂ. നോ താങ്ക്സ്. പണത്തിനു വേണ്ടിയല്ല ഞാൻ ഈ കേസ് വാദിക്കാമെന്ന് ഏറ്റത്. പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയാത്തതായി പലതും ഈ ലോകത്തുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. വിഷ് ഓൾ ദി ബെസ്റ്റ്. യുവർ ഓണർ, പ്രതി കോടതി മുമ്പാകെ നൽകിയിരിക്കുന്ന മൊഴികളിൽ കൊല ചെയ്യപ്പെട്ട വേണുവുമായി പന്തം വെച്ചതിനെ കുറിച്ചോ വാച്ച്മാൻ ഗോപാലിന് കാശ് കൊടുത്ത് മോർച്ചറിയിൽ കയറാൻ സൗകര്യമുണ്ടാക്കിയതിനെ കുറിച്ചോ വിഷാരയുടെ ജഡത്തിൽ മോതിരമണിയിച്ചതിനെ കുറിച്ചോ പ്രതിദേവരെ നിഷേധിച്ചൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ആ സത്യത്തിന്റെ വെളിച്ചത്തിൽ പ്രതി കരുതി കൂട്ടിയാണ് ഈ കൊലപാതകത്തിലുള്ള കരുക്കൾ നീക്കിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. മാത്രമല്ല, പ്രതിയുടേതെന്ന് പ്രതി തന്നെ സമ്മതിക്കുന്ന മോതിരത്തിൽ നിന്നും കണ്ടെടുത്ത രക്തത്തിന്റെ കറ O ഗ്രൂപ്പിൽപ്പെട്ടതാണ്. പ്രതിയുടെ രക്തവും O ഗ്രൂപ്പാണ്. ഈ വസ്തുതകളെല്ലാം കണക്കിലെടുത്ത് നോക്കുമ്പോൾ വേണുവിന്റെ മരണം ഒരു കൊലപാതകമാണെന്നും പ്രതി വളരെ ബുദ്ധിപൂർവം നടത്തിയ ഒരു ക്രൂരകൃത്യമാണെന്നും സംശയലേശമന്യേ ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും മരണപ്പെട്ട അയാൾ തന്റെ സഹപാഠിയാണെന്നുള്ളൊരു ധാർമ്മിക ബോധം പോലുമില്ലാതെ അതിക്രൂരമായ വിധത്തിൽ അതിനിഷ്ഠൂരമായി നടത്തിയ ഈ കൊലപാതകത്തിന് അതർഹിക്കുന്ന വിധത്തിലുള്ള ശിക്ഷയോടുകൂടി ഒരു വിധി ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. യുവർ ഓണർ, കൂടെ താമസിക്കുന്ന ഒരു കൂട്ടുകാരനെ കൊല ചെയ്യാൻ പ്രതിക്ക് മനഃപൂർവ്വം ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ അതിന് മോതിരപ്പന്തയം വയ്ക്കുകയോ മോർച്ചറിയിൽ കൂട്ടിക്കൊണ്ടുപോവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് എന്റെ മാന്യ സ്നേഹിതനായ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉന്നയിച്ചിട്ടുള്ള വാദഗതികളിൽ ഏറ്റവും അവിശ്വസനീയമാണ് ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞ ആ കഥ. കൊല ചെയ്യപ്പെട്ട വേണുവും പ്രതിയായ സതീഷും തമ്മിൽ
പൂർവ്വവൈരാഗ്യമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് കൊല ചെയ്യപ്പെട്ട വേണുവും കോളേജിലെ മറ്റൊരു വിദ്യാർത്ഥിയായ രാജുവും തമ്മിൽ നിരന്തരം വഴക്കുമടി നടന്നിരുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ്. പിന്നെ മോതിരത്തിൽ കണ്ട രക്തവും സതീഷിന്റെ രക്തവും ഒരേ ഗ്രൂപ്പിൽപ്പെട്ടതാണെന്ന് പറയുന്നത് സതീഷാണ് ഈ കൊലപാതകം ചെയ്തത് എന്നുള്ളതിന് ശരിയായ തെളിവല്ല. ഈ ലോകത്ത് ഓ ഗ്രൂപ്പ് രക്തമുള്ള എത്രയോ അനേകം പേരുണ്ട്. അവരെല്ലാം ഈ കേസിലെ പ്രതികളാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഏത്? ഐ ഒബ്ജെക്ട് യുവർ ഓണർ. ഒരു കേസിന്റെ വിചാരണ നടക്കുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടവരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടത്. അല്ലാതെ ഈ കേസ് തെളിയിക്കുന്നതിന് വേണ്ടി ലോകത്തുള്ളവരുടെ മുഴുവൻ രക്തവും പരിശോധിക്കണമെന്ന് പറയുന്നത് ഒരു വിചിത്രമായ വിഡ്ഢിത്തമാണ്. യുവർ ഓണർ, സംഭവ സ്ഥലത്തുണ്ടായിരുന്ന എല്ലാ സാക്ഷികളെയും വിസ്തരിക്കുന്നതിന് മുമ്പ് പബ്ലിക് പ്രോസിക്യൂട്ടർ സമർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് സമ്മതിച്ചു കൊടുക്കുന്നത് അതിലും വിചിത്രമായ വലിയ വിവരക്കേടാണ്. നിർദോഷി നിരപരാധിയുമായ ഒരു മെഡിക്കൽ സ്റ്റുഡന്റാണ് എന്റെ കക്ഷി. സംസ്കാരത്തിലും സൽസ്വഭാവത്തിലും കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ സതീഷ് സർവ്വസമ്മതനുമാണ്. പ്രതിയോട് വിദ്വേഷമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ കേസ് അന്വേഷിച്ചതും പ്രതി അറസ്റ്റ് ചെയ്തത്. ഐ ഒബ്ജെക്ട് യുവർ ഓണർ. നീതിബോധത്തോടുകൂടെ കേസ് അന്വേഷണം നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ പരസ്യമായി ആക്ഷേപിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. യുവർ ഓണർ, സ്വന്തം കുഞ്ഞിനെയും ഭാര്യയെയും പിടിവാശിയുടെ പേരിൽ വലിച്ചെറിഞ്ഞ ഒരു ഉദ്യോഗസ്ഥന്റെ പ്രതികാര ബുദ്ധിയാണ് ഈ ചാർജ് ഷീറ്റെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഐ ഒബ്ജെക്ട് യുവർ ഓണർ. വ്യക്തിപരമായ വിമർശനങ്ങൾ ആവർത്തിക്കാൻ അനുവദിക്കരുത് എന്നാണ് എനിക്ക് കോടതിയോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത്. യെസ്, യു ക്യാൻ പ്രൊസീഡ്. സാക്ഷികളെ വിസ്തരിക്കാം. നിങ്ങളാണോ വാച്ച്മാൻ ഗോപാലൻ? സംഭവം നടന്ന രാത്രിയിൽ നിങ്ങൾ എവിടെയായിരുന്നു? മോർച്ചറിയുടെ വരാന്തയില്. നിങ്ങൾ എന്താണ് അവിടെ കണ്ടത്? അത് പറയാൻ എനിക്ക് ഭയമാവുന്നു. 20 വർഷത്തെ സർവീസിനിടയിൽ ഇങ്ങനെയൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അന്ന് രാത്രി ഓർഡർ, ഓർഡർ. യുവർ ഓണർ, ഏറ്റവും വലിയ ആശയക്കുഴപ്പത്തിലേക്കാണ് വാച്ച്മാൻ ഗോപാലന്റെ സാക്ഷിമൊഴി വെളിച്ചം വീശുന്നത്. മോർച്ചറിയിലുണ്ടായിരുന്ന പിഷാരടി വേണുവിനെ കൊല ചെയ്തുവെന്നാണ് ദൃക്സാക്ഷിയായ ഗോപാലന്റെ മൊഴി. ഐ ഒബ്ജെക്ട് യുവർ ഓണർ. മരിച്ചുപോയ ആൾ എങ്ങനെ കൊല ചെയ്യും എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് ചോദിക്കാനുള്ളത്. യുവർ ഓണർ, സംഭവ സമയത്ത് പിഷാരടി മരിച്ചിട്ടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. യുവർ ഓണർ, ഒരു മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുന്നത് ഉത്തരവാദപ്പെട്ട ഒരു ഡോക്ടർ മരണം രേഖപ്പെടുത്തിയതിനു ശേഷമാണ്. യുവർ ഓണർ, മരിച്ചുപോയെന്ന് പറഞ്ഞ് മോർച്ചറിയിലേക്ക് അയച്ച ശേഷം നടന്ന് പുറത്തിറങ്ങിയ മനുഷ്യരുടെ കഥകൾ പലതും നാം കേട്ടിട്ടുണ്ട്. അതുപോലെ പോലീസ് ശവശരീരം കണ്ടെടുത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ശവശരീരവും ദഹിപ്പിച്ച ശേഷം അതേ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നതും നാം കണ്ടിട്ടുണ്ട്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എന്റെ ഒരു കക്ഷിക്കുണ്ടായ അനുഭവം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അയാളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു പയ്യൻ ഒരു ദിവസം പിരിഞ്ഞുപോയി. കുറെ കഴിഞ്ഞപ്പോൾ അയാൾ അവനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയതാണെന്ന്
കുറെ സാമൂഹ്യ ദ്രോഹികൾ പറഞ്ഞു വരും. മാത്രമല്ല അതിന്റെ പേരിൽ കുറെ രാഷ്ട്രീയ നേതാക്കന്മാർ പണവും പിരിച്ചു. ഒടുവിൽ ഒരു സുപ്രഭാതത്തിൽ മരിച്ചുപോയവൻ തിരിച്ചു വന്നു. പിഷാരടിയുടെ മരണവും അതുപോലെ ആയിക്കൂടാന്നുണ്ടോ? ജീവനുണ്ടെങ്കിലും മരിച്ചുപോയതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, സസ്പെൻഡ് അനിമേഷൻ. അതുപോലും അറിയാൻ പാടില്ലാത്ത ഒരു ഡോക്ടറാണ് പിഷാരടിയുടെ മരണപത്രിക തയ്യാറാക്കിയത്. സംഭവ സമയത്ത് പിഷാരടി മരിച്ചിട്ടില്ലായിരുന്നു എന്നാണ് വസ്തുതകൾ തെളിയിക്കുന്നത്. ഒരു പക്ഷേ കൊലപാതകത്തിന് ശേഷം പിഷാരടി മരിച്ചിരിക്കാം. That's all, Your Honor. കേസ് ബുധനാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. എടാ സത്യം പറഞ്ഞു, ആ കൊലപാതക കേസ് നിനക്കുമായിട്ട് വല്ല ബന്ധമുണ്ട്? കോടതിയിൽ എന്റെ പേരൊക്കെ പറഞ്ഞു എന്നാ ഞാൻ കേട്ടത്. എന്നോട് വിരോധമുള്ളവർ പലതും പറഞ്ഞു വരും. അത് കേട്ട് അച്ഛനെന്തിനാ വിഷമിക്കുന്നത്? ഞാൻ വിഷമിക്കും. അതല്ലടാ കാര്യം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തുറന്നു പറയാം. എന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ആ കേസിൽ നിന്ന് നിന്നെ ഞാൻ ഒഴിവാക്കി തരാം. എന്നെ കുറിച്ച് ചില പോലീസുകാർക്ക് സംശയമുണ്ട്. പോലീസിനോട് പോവാൻ പറടാ. ആഭ്യന്തരമന്ത്രി എന്റെ പോക്കറ്റ് കിടക്കുമ്പോ പോലീസ് എനിക്കൊരു പ്രശ്നമല്ല. സർ, എന്താ? ടിവിയിൽ സാറിനെ കാണാൻ ആൾ കാത്തിരുന്നു. ഉടനെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാ എന്നെ പറഞ്ഞു. ഉടനെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ? വിളിച്ച ഉടനെ അങ്ങ് ചെല്ലാൻ? ഞാനെന്താ വേറെ ജോലി ഇല്ലാതിരിക്കുകയാണ്? ഞാൻ ഹോം മിനിസ്റ്റർക്ക് ഒരു കോൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. കിട്ടിയിട്ടേ വരാൻ പറ്റും. ടിവിയിൽ കാത്തിരിക്കുന്നതും ഒരു വലിയ ആളാണ്. ഏതവനായാലും എന്താ, എന്നെ കാണണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയും. എന്തോ അത്യാവശ്യ കാര്യത്തിന്. പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്നെ കാണേണ്ടവൻ എന്റെ സൗകര്യം കൂടി നോക്കണമെന്ന്. പോയിക്കോളൂ, ഞാൻ വന്നേക്കാം. സാർ, ഞങ്ങളെ ഈ പോലീസ് ഓഫീസർമാരെ കുറ്റം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. അക്രമവാസന വളരെ കൂടി വരികയാണ്. ഏതെങ്കിലും ഒരു അക്രമിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടാൽ ഒന്നുകിൽ സാറിന്റെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ കടകക്ഷിക്കാരോ വന്ന് ശുപാർശ ഇറക്കി കൊണ്ടുപോകും. പിന്നെ എങ്ങനെ നീതി നടക്കും സാർ ഈ നാട്ടിൽ? ഒന്നുകിൽ ഈ സംവിധാനം മാറണം, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള പോലീസ് ഓഫീസർമാർ ഈ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് പോയി നിവൃത്തിയുള്ളൂ. സാർ, എനിക്കൊന്നും ഒളിച്ചു വെക്കാനില്ല. ഐ ആം വെരി ഫ്രാങ്ക് ആൻഡ് സിൻസിയർ. മിസ്റ്റർ നരേന്ദ്രൻ ഇരിക്കണം. താങ്ക് യു. ഞാൻ ആഭ്യന്തരമന്ത്രിക്ക് ഒരു കോൾ ബുക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. മിസ്റ്റർ നരേന്ദ്രൻ ഇദ്ദേഹത്തെ അറിയുമോ? മനസ്സിലായില്ല. ആരാ? ഓ, എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണോ? അതെ, നിങ്ങളെ ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വിളിപ്പിച്ചത്. ആ, എന്നെ പരിചയപ്പെടാൻ എത്രയോ പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. എടോ, തന്നെ ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞു. തന്നെ പോലുള്ളതാണ് ഈ നാട് നശിപ്പിക്കുന്നത്. ഇയാളുടെ പേരുള്ള പരാതി ഒന്നും രണ്ടുമല്ല. ഇന്നലെ ഈ ആഭ്യന്തരമന്ത്രിക്ക് കൊടുക്കാനെന്നും പറഞ്ഞ് 25,000 രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഞാനോ? ശരിയാണോടോ? ആ, ഏതായാലും ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണ്ടേ? ഇതാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി. ഓ, നമസ്കാരം. ഇതുവരെ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. എനിക്ക് സ്റ്റേറ്റ് ലെവലിൽ ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ, പിന്നെ ഞാൻ പറഞ്ഞത് കേന്ദ്രമന്ത്രിയെ കുറിച്ചാണ്. മന്ത്രിമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെയും പേര് പറഞ്ഞ് പാവങ്ങളെ വഞ്ചിക്കുന്ന നിന്നെപ്പോലുള്ളവരെ തൂക്കിക്കൊള്ളാൻ നിയമം ഉണ്ടാകണം. തീർച്ചയായും ഇതുപോലൊരു വാചകം പറയാൻ അവസരം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എഴുന്നേക്കോ, എഴുന്നേക്കോ. എടോ, എഴുന്നേക്കാനാ പറഞ്ഞത്. ഐ സേ യു ഗെറ്റ് അപ്പ്. ജോൺസൺ, ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. കേന്ദ്രത്തിൽ നിന്ന് ആരെങ്കിലും വരട്ടെ, നിന്നെ വിട്ടേക്കാം. അപ്പോൾ കൃത്യം 12 മണി വരെ നിങ്ങൾ സതീഷിനെ കാത്തിരിക്കുകയും 12 മണി അടിച്ച ഉടൻ കിടന്നുറങ്ങുകയും ചെയ്തു എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അന്ന് രാത്രി ഞാൻ അല്പം മദ്യപിച്ചിരുന്നു. അതുകൊണ്ട് കൃത്യമായ മണിക്കണക്കൊന്നും ഓർമ്മിക്കുന്നില്ല. That's all, Your Honor.
കൊല ചെയ്യപ്പെട്ട വേണുവിനെ നിങ്ങൾ പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തുകയും ഒരു പ്രാവശ്യം ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് കാരണം? സിന്ധുവിന്റെ പുറകെ നടന്ന് വേണു ശല്യം ചെയ്തിരുന്നതുകൊണ്ട്. സിന്ധുവിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ താല്പര്യം? ഞാൻ സിന്ധുവിനെ സ്നേഹിക്കുന്നു. സിന്ധു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അതെനിക്കൊരു പ്രശ്നമല്ല. ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുവാൻ അവളുടെ അനുവാദം വാങ്ങണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് നല്ല ഫിലോസഫി. സ്നേഹിക്കാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഐ ഒബ്ജെക്ട് യുവർ ഓണർ. ഈ ചോദ്യം അപ്രസക്തമാണ്. മുമ്പ് അങ്ങനെ ഒരു കേസ് ഇയാളുടെ പേരിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ചോദിച്ചതാണ്. അന്ന് ആ കേസിൽ പ്രതിയായിരുന്ന ഈ സാക്ഷിക്ക് വേണ്ടി വാദിച്ച് ഇയാൾ നിരപരാധിയാണെന്ന് തെളിയിച്ചതും എന്റെ മാന്യ സുഹൃത്ത് മിസ്റ്റർ കൃഷ്ണദാസ് തന്നെയായിരുന്നു. ഒബ്ജെക്ഷൻ സസ്റ്റെയിൻ. താങ്ക് യു. യുവർ ഓണർ, കൊല ചെയ്യപ്പെട്ട വേണുവും രാജുവും തമ്മിൽ വ്യക്തിപരമായ വിരോധമുണ്ടായിരുന്ന കാലത്താണ് കൊല നടന്നത്. ഇതുവരെ ഇവിടെ വിസ്തരിക്കപ്പെട്ട സാക്ഷികളുടെ മൊഴികളിൽ നിന്നും കൊല ചെയ്യപ്പെട്ട വേണുവുമായി തനിക്ക് വ്യക്തിപരമായ വിരോധമുണ്ടായിരുന്നുവെന്ന് രാജു തന്നെ കോടതി മുമ്പാകെ ബോധിപ്പിച്ചിട്ടുള്ളതിൽ നിന്നും വേണുവിന്റെ കൊലപാതകത്തിന് പിന്നിൽ രാജുവിന്റെ കൈകളുണ്ടെന്ന് സംശയിക്കാവുന്നതാണ്. ഏത്? ഐ ഒബ്ജെക്ട് യുവർ ഓണർ. പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ആരുടെയെങ്കിലും പേരിൽ സംശയങ്ങൾ ഉന്നയിക്കുന്നത് നീതിയല്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. സംഭവങ്ങളുടെ സത്യസ്ഥിതികൾ എന്തെന്ന് വിശദീകരിക്കാനുള്ള അവസരം സാക്ഷിക്ക് കൊടുക്കാത്ത പ്രതിഭാഗം വക്കീലിന്റെ നയം ഈ ന്യായാസനത്തിനോട് നേരെയുള്ള വെല്ലുവിളിയാണ്. യെസ്, സാക്ഷിക്ക് പറയാനുള്ളത് പറയാം. അതെ രാജു, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നീ ആരോടും പറയരുത്. ഒരു കാര്യം എന്താന്ന് പറ. ഞാൻ വേണുവിനെ കൊന്നു. എന്തിനു നീ ആ മഹാപാപൻ ചെയ്തു? അവൻ സിന്ധുവിനെ സ്നേഹിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം നടന്നുപോയി. നീ അല്ലാതെ മറ്റാരും ഇത് അറിഞ്ഞിട്ടില്ല. നീ എന്നെ രക്ഷിക്കണം, പ്ലീസ് പ്ലീസ്. ഇതാണ് സത്യത്തിൽ നടന്ന സംഭവം. ഞാനല്ല, വേണുവിനെ കൊന്നത് ഞാനല്ല.